ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക് പോവുകയാണ്. ഉല്ലാസ് ബാബു, ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ ചുവട് പിടിച്ചൊരു ബജറ്റ് അവതരണമാണ് നടന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാർ ഈ തനത് വിഭവങ്ങൾ സമാഹരിക്കുകയും തനത് വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്ന ഒരു സമ്പദ്ഘടനയാണ് വിഭാവനം ചെയ്ത് സംസാരിച്ചത്. അതിലൊന്ന് കളിപ്പാട്ട നിർമ്മാണമായിരുന്നു. ഈ ചൈനീസ് അധിനിവേശം ഈ വിഷയത്തിൽ ചെറുക്കാൻ വേണ്ടി കളിപ്പാട്ട നിർമ്മാണം നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കണം എന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചു. അതിന്റെ ചുവട് പിടിച്ച് കേരളത്തിലും ആ ഒരു പദ്ധതി കൊണ്ടുവരികയാണ്, കുടുംബശ്രീകളെ ഏൽപ്പിക്കുമെന്ന് പറയുകയാണ്. മറ്റൊന്ന് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടാണ്, സമുദ്രോൽപ്പന്ന കയറ്റുമതിയുമായൊക്കെ ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും അധികം ഗുണം ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അവിടെയും ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കിസാൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് വെച്ച് കേരളത്തിലൊരു കാർഷിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകാനാകുന്ന പദ്ധതികളാണ്. പക്ഷേ ഇതൊക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചുവട് പിടിച്ചത് നടപ്പാക്കുകയും കേന്ദ്രമൊന്നും തന്നില്ല എന്ന് വിലപിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് കൂടി പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുകയില്ലേ ഈ ബജറ്റ് അവതരണത്തിലൂടെ? നീലിമ, എനിക്കൊരു 3 മിനിറ്റ് സമയം അല്ലെങ്കിൽ 4 മിനിറ്റ് സമയം അനുവദിക്കണം. ഇതെന്താണ് കേരളത്തിൽ നടന്ന ബഡ്ജറ്റ് എന്ന് പറയപ്പെടുന്നത്? നമ്മൾ 10ാം ക്ലാസ്സിലെ ചേട്ടൻ 5ാം ക്ലാസ്സിലെ അനിയൻ 10ാം ക്ലാസ്സിലെ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ വിഴുങ്ങുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്താണ്? 85% പദ്ധതികളും കേന്ദ്രം പ്രഖ്യാപിച്ച പദ്ധതികളെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ഒരു ധനമന്ത്രി എഴുന്നേറ്റ് നിന്ന് കുറെ കാര്യങ്ങൾ വായിച്ചു എന്നല്ലാതെ ഇതിനൊരു ബഡ്ജറ്റ് എന്ന രീതിയിൽ കാണാൻ പറ്റില്ല. 70% പദ്ധതികളും 1 കോടി മുതൽ 5 കോടി രൂപ വരെ മാത്രമാണ് നീക്കിയിരിപ്പ്. കാസർഗോഡ് പോലെയുള്ള, പാലക്കാട് പോലെയുള്ള, പത്തനംതിട്ട പോലെയുള്ള ജില്ലകൾക്ക് ഒന്നും കൊടുക്കാനായിട്ട് മന്ത്രിക്ക് സാധിച്ചില്ല. ബാർ മുതലാളിമാർക്കും ഡിസ്റ്റിലറി മുതലാളികൾക്കും സെറ്റിൽമെന്റ് പ്രകാരവും ലോൺ എടുക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ കൊടുക്കുന്നു. കർഷകൻ ഒരു സ്ഥലത്ത് ഒരു സഹകരണ സംഘങ്ങളിൽ പോയി ലോൺ എടുക്കുകയാണെങ്കിൽ അവന് ഗഹാൻ ചെയ്യണമെന്ന് പറയപ്പെടുമ്പോൾ 200-ൽ നിന്ന് 500-ലേക്കായി മാറ്റുന്നു. സർക്കാരിന്റെ ഭൂമി പാട്ടത്തിനെടുക്കുന്ന വ്യക്തികളുടെ പാട്ടത്തുകയിലെ മാറ്റം, ഇവിടെ നിലവിലുള്ള ഈ പാട്ടത്തുക തന്നെ ഇവർ കൊടുക്കുന്നില്ല. അപ്പൊ അതിലൊരു തീരുമാനം എടുക്കുക. ഭൂനികുതി 50% കൂട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. EVകൾക്ക് കനത്ത നികുതി കൂട്ടുന്നു. അന്യ സംസ്ഥാന ടൂറിസ്റ്റ് വാഹനങ്ങൾ വരുന്നതിന്റെ നികുതി ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെ കേന്ദ്രം നൽകിയ 438 കോടി രൂപയും ഉൾപ്പെടെ 783 കോടി രൂപ പിണറായി സർക്കാരിന്റെ കയ്യിലിരിക്കുകയാണ്. വയനാടിന് കൂടുതൽ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 750 കോടി എന്നുള്ളത്. പുതുതായിട്ട് ഒന്നുമില്ലാത്തൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചവരെ നിരാശരാക്കി. കേരളത്തിന് പുരോഗമിക്കാൻ കഴിയുന്നത് എവിടെയാണ് ശ്രീ നീലിമ? ടൂറിസത്തിലും വ്യവസായത്തിലൂടെ മാത്രമാണ് കേരളത്തിന് വികസിപ്പിക്കാൻ സാധിക്കുക. ഉൽപാദനക്ഷമതയുള്ള ഒരു സംസ്ഥാനമാക്കി കേരളത്തെ വളർത്തി വലുതാക്കണമെന്ന ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാകേണ്ട ജനപ്രതിനിധികൾ ചെറുപ്പക്കാരോട് നീതികേട് കാണിച്ചതല്ലേ ഈ കൃത്യമായിട്ട് നടത്തുന്നത്? എന്ത് പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത്? എന്നാൽ കാര്യമായിട്ട് ഇവരെന്താ പറയുക? കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത വികസനം മാത്രമാണ് ഇതിനകത്ത് ഈ ടൂറിസം മേഖലയ്ക്കകത്ത് ഏക പ്രതീക്ഷയായിട്ട് കൊടുത്തത്. കേരളത്തിലെ അഭ്യസ്ത വിദ്യരുടെ പ്രശ്നം ഇവർ പരിഹരിച്ചോ? കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം ഇവർ പരിഹരിച്ചോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ വ്യവസായത്തിന് വികസനോന്മുഖമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കാൻ ബഡ്ജറ്റിൽ എന്താണ് നീക്കിയിരിപ്പുണ്ടായിട്ടുള്ളത്? ദിനം പ്രതി കേരളത്തിന്റെ കൃഷിഭൂമി കുറഞ്ഞിരിക്കുന്ന സമയത്ത് നെൽകർഷകന്റെ പ്രശ്നങ്ങൾ, കേരകർഷകന്റെ പ്രശ്നങ്ങൾ, ക്ഷീരകർഷകന്റെ പ്രശ്നങ്ങൾ, റബ്ബർ കർഷകന്റെ പ്രശ്നങ്ങൾ ഇത്യാദി പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായിട്ടുള്ള ഒരു നടപടി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് നീക്കിയിരിപ്പ് മാറ്റിവെക്കാൻ കേരളത്തിന്റെ സർക്കാരിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കൃത്യമായിട്ടുള്ള ഒരു മുൻധാരണ ഉണ്ടായില്ല എന്നുള്ളത് ദയനീയമായ ഒരവസ്ഥയാണ്. പരമ്പരാഗത വ്യവസായങ്ങൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിനെ പരിപൂർണമായി തടഞ്ഞില്ല. ഇവരെന്താണ് പറയുന്നത്? കോൺക്ലേവുകൾ നടത്താം, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് യുവജന സമൂഹം പോയിക്കൊണ്ടിരിക്കല്ലേ. പോളണ്ട്, അയർലൻഡ്, ഉക്രൈൻ, ഇവിടെ വയസ്സന്മാരുടെ നാടായിട്ട് കേരളം മാറുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കുട്ടികൾ ഇങ്ങനെ പലായനം ചെയ്യുകയാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവരവിടെ പിടിച്ചു നിർത്തി അവർക്ക് വേണ്ടുന്ന തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി അവരെ ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറ്റാൻ, അവരുടെ തലച്ചോറിനെ ഈ നാട്ടിൽ ഉപയോഗിച്ച് സ്വയം പര്യാപ്തത നേടാൻ ഇവിടത്തെ എന്ത് കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റിനകത്ത് കണ്ടിട്ടുള്ളത്? GST കോമ്പൻസേഷനെ കുറിച്ച് ബഹുമാനനായിട്ടുള്ള ശ്രീ ഹസ്കർ പറഞ്ഞു. സർ, ഞങ്ങൾക്ക് കൃത്യമായി പറയട്ടെ, 5 വർഷത്തേക്കാണ്
നമ്മൾ നേരത്തെ തന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളും സമവായത്തിലൂടെ GST കോമ്പൻസേഷൻ ഫിക്സ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് അത് കോമ്പൻസേഷൻ എന്തായാലും കിട്ടുമല്ലോ എന്ന് കരുതി GST പിരിച്ചെടുക്കുന്നതിൽ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥർ വരുത്തിയിട്ട വലിയ വീഴ്ചയുടെ ഭാഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ മറച്ചു വെക്കുന്നു? നിങ്ങൾ ഇല്ലാത്ത ഒരു സംഭവത്തെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 50,000 കോടി രൂപ കിട്ടുമെന്ന് അങ്ങനെ ഒരു സാധനമില്ല. അത് നിങ്ങൾ എയറിലിട്ട് ചർച്ച ചെയ്യുന്നതാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. കിട്ടാത്ത കോമ്പൻസേഷൻ കേരളത്തിന് മാത്രം നൽകാം. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കിട്ടാത്ത ഒരു കോമ്പൻസേഷൻ കേരളത്തിന് മാത്രം നൽകാൻ സാധിക്കുമോ? അങ്ങനെ കേരളത്തിന് മാത്രം ഒരു പ്രത്യേക പദവി കൊടുത്ത് കോമ്പൻസേഷൻ കൊടുക്കാൻ GST കൗൺസിലിന് സാധിക്കുമോ? സാധിക്കില്ല. ധനമന്ത്രി തന്നെ പലതവണ പാർലമെന്റിൽ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. പാർലമെന്റിന്റെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞ കാര്യമാണ്. ഇവർ കേൾക്കാതെ പോലെ ഇരിക്കുകയാണ്. ഇവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഇവർ കേൾക്കില്ല. കേരളത്തിന്റെ ഏറ്റവും വലിയിട്ടുള്ള ഒരു വികസനത്തിന്റെ, സാമ്പത്തിക വികസനത്തിന്റെ ഒരു സ്രോതസ്സായിരുന്നു ജലപാത, ഉൾനാടൻ ജലപാത വികസനം എന്ന് പറയപ്പെടുന്നത്. ആ ഉൾനാടൻ ജലപാത വികസനത്തിന് 110 കോടി റുപ്യ മാത്രം മാറ്റിവെച്ചത്. കഴിഞ്ഞ ബഡ്ജറ്റിലും ഇവർ കുറെ കാര്യങ്ങൾ മാറ്റിവെച്ചു. അത് നടന്നോ? ഈ ബഡ്ജറ്റിലും മാറ്റിവെക്കുന്നു. അത് മതിയാവുമോ? യെസ്, ഞാൻ ഉല്ലാസ് ബാബുവിലേക്ക് ഞാൻ തിരികെ എത്താം. ശ്രീ ഭാസ്കർ, ഇതൊക്കെയാണ് ഭൂനികുതികൾ, ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി, KSRTCക്ക് 179 കോടി രൂപ. കഴിഞ്ഞ ബഡ്ജറ്റ് നീലമ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്ക്. BS6 വണ്ടികൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയും KSRTCക്ക് മാറ്റിവെച്ച തുക എന്ന് പറയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഡ കുപ്പിടുത്ത ഗോലി പോലെ അവിടെ എപ്പോഴും കിടക്കുന്നുണ്ട്. ഒരു ഗുണവും ആ KSRTC മേഖലയിൽ ഇവർ ചെയ്തിട്ടില്ല. സർക്കാരിന്റെ ഇടപെടലുകൾ വേണ്ട സ്ഥലത്ത് യുവജന വിഭാഗങ്ങളുടെ അടക്കം തൊഴിലില്ലായ്മ 3893 പേർക്ക് സ്ഥിരം നിയമനം. പക്ഷെ പിൻവാതിൽ നിയമനം നടത്തിയത് 39,987 പേർക്കാണ്. ഇത്ര ആളുകൾക്ക് പിൻവാതിൽ നിയമനം കൊടുത്ത് സ്ഥിര നിയമനം കൊടുക്കാതെ ഇവിടുത്തെ യുവജന വിഭാഗങ്ങളോട്, വളർന്നു വരുന്ന തലമുറയോട് ഒക്കെ നീതികേട് കാണിക്കുന്നു. അവർക്ക് ഗുണകരമായിട്ടുള്ള ഉൽപാദകക്ഷമതയുള്ള ഒരു നാടിനെ വാർത്തെടുക്കുന്നതിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട ജനപ്രതിനിധിയായിരിക്കെ ബാലഗോപാൽ ഈ നാടിനെ ചതിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റിന്റെ ഒരു ഫോട്ടോ കോപ്പി കൊണ്ടുവന്ന് അവിടെ ഇവിടെ 4 തെറ്റുകൾ തിരുത്തിച്ച്, അല്ലെങ്കിൽ അവനവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആക്കിക്കൊണ്ട് അന്യ സംസ്ഥാനങ്ങളുടെ പേര് പറയുന്നതിന് പകരം കേരളം എന്ന് എഴുതി കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? ഈ ജില്ലാ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയ എന്താ? കേന്ദ്ര ബഡ്ജറ്റിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ജില്ലാ ആശുപത്രികളുടെ വികസനത്തിന്റെ കാര്യങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേന്ദ്ര ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടി തന്നെ കേരളത്തിൻ്റെതാക്കി മാറ്റിക്കൊണ്ട് ഞാനാരാ മോൻ എന്ന് കാണിക്കാനാണ് ബാലഗോപാൽ ശ്രമിക്കുന്നത് എങ്കിൽ ഈ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയ ഗിമ്മിക്ക് കളിക്കാനുള്ള മേഖലയല്ല പൊതുജനങ്ങളുടെ ജീവിത സാഹചര്യം എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് പൊതുജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ക്രിയാത്മകമായി ഇടപെട്ട് അതിനകത്ത് സാഹചര്യം ഉണ്ടാക്കി വളർത്തി വലുതാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തി. 10 കൊല്ലം ഞങ്ങളെ ചതിച്ചു, ഇനിയെങ്കിലും പണി നിർത്തി പോവുക. ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് തുറന്ന് സമ്മതിച്ച് അവസാനിപ്പിക്കാനുള്ള മാന്യതയാണ് ബാലഗോപാൽ കാണിക്കേണ്ടത്.